കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രാജുവേറ്റ്സ് എനിക്ക് ഒന്ന് ബികോം പാസ് ഔട്ട്സ് ആയിരിക്കും. എല്ലാ വർഷവും ബികോമിൻ്റെ ഡിമാൻഡ് വളരെയധികം കൂടി വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ പലർക്കും ബികോം കഴിഞ്ഞ് എന്തെന്നുള്ള കൺഫ്യൂഷനാണ്. ബികോം എന്ന് പറയുന്നത് വെറും ഡിഗ്രി മാത്രമല്ല, അത് കൊമേഴ്സും ഫൈനാൻസും ബിസിനസ് മാനേജ്മെൻറ്റും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ഡൊമൈനാണ്. ഇന്ത്യയിൽ ബിസിനസ് ഫ്രണ്ട്ലി പോളിസി വരുന്നതും ഇക്കോണമി വളരെയധികം ഗ്രോ ചെയ്യുന്നതും ബികോം ഗ്രാജുവേഷൻ അല്ലെങ്കിൽ കൊമേഴ്സ് ഗ്രാജുവേറ്റ്സിന് വളരെയധികം ഡിമാൻഡ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊമേഴ്സ് എന്നൊരു ഡിമാൻഡിങ് ആൻഡ് വേഴ്സറ്റൈൽ കരിയർ പാത്ത് ആയിട്ടുണ്ട്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും കേരളത്തിലും ബികോം ഗ്രാജുവേറ്റ്സിന് ഒരുപാട് ഡിമാൻഡ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന നോൺ ബാങ്കിങ് കമ്പനീസിൻ്റെ വർധനവും ബാങ്കിങ് സിസ്റ്റവും വളർന്നു വരുന്ന സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റവും പിന്നെ ടൂറിസത്തിൻ്റെ വർധന, ഇതെല്ലാം ബികോം ഗ്രാജുവേറ്റ്സിന് വളരെയധികം ഇൻറ്റേൺഷിപ്പും ജോബ് അവസരങ്ങളുമാണ് നൽകുന്നത്. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ വെറും ഫിനാൻസ് മാത്രം അറിയുന്നവർക്കല്ല, മറിച്ച് ഫിനാൻസും ടെക്നോളജിയും അറിയുന്നവർക്കായിരിക്കും വളരെയധികം ഡിമാൻഡുള്ളത്. ഡിജിറ്റൽ ഫിനാൻസും ഫിൻടെക്കും ക്രിപ്റ്റോ കറൻസിയൊക്കെ അരങ്ങ് വാഴാൻ പോകുന്ന ഇനിയുള്ള കാലഘട്ടത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനേക്കാൾ ഡിമാൻഡ് എന്തായിരുന്നാലും അടുത്ത 10 വർഷം ഫിനാൻസ് മേഖലയിലുള്ളവർക്ക് അല്ലെങ്കിൽ കൊമേഴ്സ് ഗ്രാജുവേറ്റ്സ് കൂടുമെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് എഡ്യൂർ ലേണിംഗ് ഫിനാൻസും ടെക്നോളജിയും കമ്പൈൻ ചെയ്ത ഒരു യുണീക്ക് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ തന്നെ മികച്ച ചാർട്ടേഡ് അക്കൗണ്ടിംഗ് ഫേമും ജെയിനെക്സ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ചേർന്നിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. മാനുവലി അക്കൗണ്ടിങ് ചെയ്യും, അതിനെ ടൂൾസ് വെച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രോസസ്സ് അത് പാർട്ട്ണർഷിപ്പ് ഫേമും പ്രൊപ്പറേറ്റർഷിപ്പും പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും പ്രൈവറ്റ് ലിമിറ്റഡ് ഫേമിലൊക്കെ എങ്ങനെ ചെയ്യണമെന്നും എങ്ങനെ ഫൈനാൻഷ്യൽ അനലിറ്റിക്സ് ചെയ്യണമെന്നും ബഡ്ജറ്റ് എങ്ങനെ ചെയ്യണമെന്നും ഫോർകാസ്റ്റ് എങ്ങനെ ചെയ്യണമെന്നുള്ളതും തുടങ്ങി ഒരു ഫൈനാൻസ് മേഖലയിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഇൻഡെപ്തായിട്ട് ഈ പ്രോഗ്രാമിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വർഷം മിനിമം 30 സീറ്റ് മാത്രമാണ് ഈ പ്രോഗ്രാമിനുള്ളത്. നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് us at 9746211123. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ബികോം കഴിഞ്ഞിട്ട് ഗ്രാജുവേറ്റ്സിന് CA വേണോ, CMA വേണോ, CS വേണോ എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഡെപ്ത് അനാലിസിസ് ആയിരിക്കും ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഓരോ കോഴ്സിൻ്റെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ, കീ സ്കിൽസ്, ഡ്യൂറേഷൻ, കരിയർ ഓപ്പർച്യൂണിറ്റി, സാലറി, അഡ്വാൻറ്റേജസ്, ചലഞ്ചസ് എന്നിവയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മൾ ഡേറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഫൈനാൻസ്, ടെക്നോളജി, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, മേൺ സ്റ്റാക്ക് തുടങ്ങിയ വീഡിയോയിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. എഡ്യൂർ ലേണിംഗിൻ്റെ എയിം തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും കരിയർ ഗ്യാപ്പ് വന്നവർക്ക് ഒരു IT കരിയർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. സോ വൺസ് അഗൈൻ ഐ എം സാഹിർ. വെൽക്കം ടു ദി ന്യൂ വീഡിയോ ഓഫ് എഡ്യൂർ ലേണിംഗ്. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് കൊമേഴ്സ് ഗ്രാജുവേറ്റ്സിന് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള CA പ്രോഗ്രാമിങ്ങിനെ കുറിച്ചാണ്. ഇതൊരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് കോഴ്സാണ്. ഇത് പ്രൊഫഷണൽസിനെ അക്കൗണ്ടിങ്, ടാക്സേഷൻ, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നിവയിലെല്ലാമാണ് എക്യുപ്പ് ചെയ്യുന്നത്. ഇത് നടത്തുന്നത് ICAI അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനമാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന് നിൽക്കുന്ന ഒരു പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ് മാത്രമല്ല, മറിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും ബിസിനസ്സുകൾക്കൊക്കെ ഒരു ട്രസ്റ്റഡ് അഡ്വൈസർ കൂടിയാണ്. ഈ കോഴ്സിൻ്റെ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ +2 കഴിഞ്ഞ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും CAയുടെ ഫൗണ്ടേഷൻ കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് എൻട്രി വേണമെന്നുണ്ടെങ്കിൽ ബികോമോ PGയോ പോസ്റ്റ് ഗ്രാജുവേഷൻ കൊമേഴ്സിലുണ്ടെങ്കിൽ 55% മാർക്ക് മതി. അതല്ല വേറെ ഏതെങ്കിലും സ്ട്രീമിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡയറക്റ്റ് എൻട്രി ലഭിക്കത്തുള്ളൂ. ഈ കോഴ്സിൽ നിങ്ങൾ പഠിക്കുന്നത് കോംപ്ലക്സ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കാനും ഇൻ്റർപ്രറ്റും ചെയ്യാനും പറ്റുന്ന ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ലോസിനെ കുറിച്ച്, പിന്നെ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച്, ദെൻ അക്കൗണ്ടിങ് കംപ്ലൈൻസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചൊക്കെയാണ്. ഈ കോഴ്സിന് ഏകദേശം 4 മുതൽ 5 വർഷം വരെ എടുക്കും. ഏറ്റവും ആദ്യത്തത് ഫൗണ്ടേഷൻ കോഴ്സാണ്. ഫൗണ്ടേഷൻ കോഴ്സ് ക്രാക്ക് ചെയ്യണമെന്ന് ആവറേജ് 4 മാസത്തെ പ്രിപ്പറേഷൻ വേണ്ടി വരും. അതിനുശേഷം ഇൻ്റർമീഡിയറ്റ് ക്രാക്ക് ചെയ്യണമെങ്കിൽ ഏകദേശം 8 മുതൽ 12 മാസത്തെ എഫേർട്ട് വേണ്ടി വരും, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ വേണ്ടി വരും. അത് കഴിഞ്ഞ് ഒരു CAയുടെ കീഴിൽ 3 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യണം. അതിനുശേഷം ഫൈനൽ ലെവൽ ഏകദേശം ഒരു 6 മുതൽ 12 മാസത്തെ പ്രിപ്പറേഷൻ വേണ്ടി വരും. അങ്ങനെ ഏകദേശം ടോട്ടലി 4 മുതൽ 5 വർഷം വരെ ഓൺ ആവറേജ് സ്റ്റുഡൻറ്റിന് എടുക്കും CA ക്രാക്ക് ചെയ്യാനായിട്ട്. കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ CA എക്സാം പാസ്സായി കഴിഞ്ഞാൽ 100% സക്സസ്ഫുൾ കരിയർ കിട്ടുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. ഇന്ത്യയിൽ CA പാസ്സായി 10 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരുടെ നെറ്റ്വർക്ക് ആവറേജ് 3 കോടി രൂപ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ഫ്രഷ്ലി ക്വാളിഫൈഡ് ആയിട്ടുള്ള CAക്ക് പോലും 6 to 12 lakhs ഏൺ ചെയ്യാൻ പറ്റും. ഇത് ബിഗ് 4 കമ്പനീസായ PwCയോ KPMGയോ ഡിലോയിട്ടോ
ഒക്കെ ആണെങ്കിൽ 10 to 17 lakhs ആയിരിക്കും അവർ ഫ്രഷേഴ്സ് ആയ CAക്ക് പോലും പേ ഔട്ട് നൽകുന്നത്. പിന്നെ കോർപ്പറേറ്റ് സെക്ടർ ആണെന്നുണ്ടെങ്കിൽ 10 to 25 lakhs ഒക്കെ വാങ്ങാൻ പറയും. എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ പെർ ക്ലയൻറ്റ് പെർ മന്ത് 25 to 30 lakhs ഒക്കെ വാങ്ങുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസ് പോലും ഉണ്ട്. അവരെനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ലഭിക്കുന്ന ഗ്ലോബൽ റെക്കഗ്നീഷൻ ആണ്. പിന്നെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിലും കംപ്ലയൻസിലും അവരുടെ ഹൈ ഡിമാൻഡ് കാരണം എപ്പോഴും CA എന്ന് പറയുന്നത് ബിസിനസ് വേൾഡിൽ ഒരു പ്രസ്റ്റീജിയസ് ടൈറ്റിൽ തന്നെയാണ്. ഇനി ഇതിൻ്റെ ചലഞ്ചസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എക്സാം തന്നെയാണ്. CAയുടെ എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അത് ക്രാക്ക് ചെയ്യണമെങ്കിൽ റിഗറസ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പാസ് പെർസെൻറ്റേജ് ഏകദേശം 5 മുതൽ 10% വരെ മാത്രമാണ്. അപ്പം ഇതാണ് അതിൻ്റെ ചലഞ്ച്. നിങ്ങൾ പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യാൻ ക്യാപ്പബിൾ ആണ്, ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ CA BCom കഴിഞ്ഞ് ഏതൊരാൾക്കും ബെസ്റ്റ് കരിയർ ഓപ്ഷനാണ്. സക്സസ്ഫുൾ കരിയർ കിട്ടും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. CA പോലെ തന്നെ ഹൈലി റെപ്യൂട്ടഡ് ആൻഡ് ലുക്രേറ്റീവ് കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് ലോ, കംപ്ലൈൻസ്, ഗവേണൻസ് എല്ലാത്തിനെ കുറിച്ചും നോളജ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ കരിയർ കെട്ടിപ്പടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഐഡിയൽ കോഴ്സാണ് കമ്പനി സെക്രട്ടറി. ഒരു ഓർഗനൈസേഷൻ ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്സ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കമ്പനിയുടെ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ, ഗവേണൻസ്, സ്ട്രാറ്റജിക് പ്ലാനിങ് തുടങ്ങിയവയൊക്കെ ആയിരിക്കും അവരുടെ ഡ്യൂട്ടി. കമ്പനി സെക്രട്ടറിയും CA പോലെ തന്നെ +2 കഴിഞ്ഞവർക്ക് പറ്റുന്നതാണ്. കമ്പനി സെക്രട്ടറിയുടെ കോഴ്സ് ജോയിൻ ചെയ്യണമെങ്കിൽ +2 കഴിഞ്ഞവർക്കാണെങ്കിൽ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. CSEET എന്നാണ് എക്സാമിൻ്റെ പേര്. അത് ക്രാക്ക് ചെയ്യണം. അല്ല, ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ എൻട്രൻസ് എക്സാമിൻ്റെ ആവശ്യമില്ല. അവർക്ക് ഡയറക്റ്റ് ആയിട്ട് കോഴ്സിൽ എൻട്രി ലഭിക്കുന്നതാണ്. നിങ്ങൾ ഈ കോഴ്സിൽ നിന്ന് നേടുന്ന സ്കിൽസാണ് കമ്പനീസ് ആക്ടിനെ കുറിച്ചുള്ള ഇൻഡെപ്ത് നോളജ്, ദെൻ കോർപ്പറേറ്റ് കംപ്ലൈൻസ്, റെഗുലേഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഗ്രിമെൻറ്റ്സ് ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള നോളജ്, കോൺട്രാക്ട്സിനെ കുറിച്ചുള്ള നോളജ്, ഫൈനാൻഷ്യൽ പ്ലാനിങ്, ടാക്സേഷൻ, ഓഡിറ്റ് എന്നിവയിലൊക്കെയുള്ള സ്കിൽസ്. ഈ കോഴ്സിന് ഏകദേശം 3 ലെവൽസാണുള്ളത്. ആൻഡ് ഓൺ ആൻ ആവറേജ് അത് 2 മുതൽ 3 വർഷം വരെ എടുക്കും ക്രാക്ക് ചെയ്യാനായിട്ട്. ആദ്യമായിട്ട് +2 കഴിഞ്ഞവരുടെ കാര്യം പറഞ്ഞാൽ +2 കഴിഞ്ഞവർക്ക് CSEET എൻട്രൻസ് എക്സാം, അതൊരു 3 മുതൽ 4 മാസത്തെ പ്രിപ്പറേഷൻ വേണ്ടി വരും. രണ്ടാമതായിട്ട് എക്സിക്യൂട്ടീവ് പ്രോഗ്രാം, അതിന് ഏറ്റവും കുറഞ്ഞത് 9 മാസം, മാക്സിമം ഒരു 12 to 15 months അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ പ്രൊഫഷണൽ പ്രോഗ്രാമിന് ഏകദേശം 9 മുതൽ 12 മാസത്തെ സ്റ്റഡിയുടെ ആവശ്യമുണ്ട്. ഏറ്റവും അവസാനം വരുന്നത് പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. ഇത് ഏതെങ്കിലും കമ്പനിയുടെ കീഴിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി സെക്രട്ടറിയുടെ കീഴിലോ 21 മാസത്തെ പ്രാക്ടിക്കലായിട്ടുള്ള ട്രെയിനിങ് ആവശ്യമുണ്ട്. ഇത്രയും കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കമ്പനി സെക്രട്ടറി ആകാൻ കഴിയത്തുള്ളൂ. CA വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന ടൈറ്റിൽ ക്രാക്ക് ചെയ്യാനായിട്ട്. ഇനി ഇവരുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഓർഗനൈസേഷൻ്റെ കോർപ്പറേറ്റ് കംപ്ലൈൻസും ഗവർണൻസും ലീഗൽ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് സെക്രട്ടറി ആയിട്ട് കമ്പനി സെക്രട്ടറികൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഇതില്ലെങ്കിൽ കോർപ്പറേറ്റ് ലോസിനെ കുറിച്ചും റെഗുലേഷൻസിനെ കുറിച്ചൊക്കെ കമ്പനീസിനെ അഡ്വൈസ് ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് ലീഗൽ അഡ്വൈസർ ആവാം. ഇതൊന്നും അല്ലെങ്കിൽ കമ്പനീസിന് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ്, കമ്പനീസ് റീസ്ട്രക്ചറിങ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അഡ്വൈസ് നൽകുന്ന കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. ഒരു ഫ്രഷറായ കമ്പനി സെക്രട്ടറിക്ക് 6 to 12 lakhs ആണ് ആ ഒരു സാലറി ലഭിക്കുന്നത്. മിഡ് ലെവൽ ആയിട്ടുള്ള കമ്പനി സെക്രട്ടറി ഏകദേശം 12 to 18 lakhs ലഭിക്കും. ഇത് സീനിയർ പൊസിഷനൊക്കെ ആണെങ്കിൽ 25 lakhs ആൻഡ് എബവ് ഒക്കെ ആയിരിക്കും സാലറി ലഭിക്കുന്നത്. ഈ കോഴ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CA പോലെ തന്നെ ഇതും ഒരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് കോഴ്സാണ്. ദെൻ ഇന്ത്യ ഗവൺമെൻറ് കോർപ്പറേറ്റ് ലോസും കംപ്ലൈൻസും റെഗുലേഷൻസ് ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആക്കുന്നതുകൊണ്ട് ഇന്ന് ചെറുതും വലുതുമായ കമ്പനീസിലെല്ലാം കോർപ്പറേറ്റ് ഗവേണൻസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി പോസ്റ്റ് ഒരിക്കലും ഒഴിച്ചുകൂടാനാകാത്തൊരു പൊസിഷനാണ്. സോ അതുകൊണ്ട് തന്നെ കമ്പനി സെക്രട്ടറിക്കും അവസരങ്ങൾ കൂടുന്നുണ്ട്. ഇനിയും കൂടാനുള്ള പോസിബിലിറ്റിയാണ് കടന്നു വരുന്നത്. മൂന്നാമതായി അടുത്തിടെ കണ്ടുവരുന്നതാണ് എല്ലാവരുടെയും ചോയ്സാണ് CMA എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് CMA എന്ന് പറയുന്നത്. CMA കോഴ്സിൽ ഫൈനാൻഷ്യൽ പ്ലാനിങ്, അനലിറ്റിക്സ്, ഡിസിഷൻ മേക്കിംഗ്, പ്രൊഫഷണൽ എത്തിക്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ കോഴ്സ് നടത്തുന്നത് USA ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ് അക്കൗണ്ടൻസ് അല്ലെങ്കിൽ IMA എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ്. ഈ ഒരു കോഴ്സ് കുട്ടികളെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലും ഓർഗനൈസേഷനിൽ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കർ ആക്കാനും പര്യാപ്തമാക്കും. പൊതുവെയുള്ള അക്കൗണ്ടിങ് കോഴ്സിനെ അപേക്ഷിച്ച് CMA അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് മാനേജ്മെൻറ്റ്, സ്ട്രാറ്റജിക് ആസ്പെക്ട്സ് ലൈക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്, ബഡ്ജറ്റിംഗ്, ബിസിനസ് അനാലിസിസ് എല്ലാത്തിനുമാണ് ഊന്നൽ നൽകുന്നത്. CMA പ്രോഗ്രാമിൽ എൻറോൾ ചെയ്യുന്ന ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി മാൻഡേറ്ററി ആണ്. കൂടാതെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഫൈനാൻസിൽ 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്ത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഈ 2 വർഷത്തെ എക്സ്പീരിയൻസ് കരസ്ഥമാക്കിയാലും മതിയാവും. നിങ്ങൾ ഇതിൽ നേടുന്ന സ്കിൽസാണ് ബഡ്ജറ്റ് ഡെവലപ്പ് ചെയ്യുക, ഫോർകാസ്റ്റ് ചെയ്യുക, പെർഫോമൻസ് അനലൈസ് ചെയ്യുക, പ്രോഫിറ്റബിലിറ്റി അനാലിസിസ്, കോസ്റ്റ് കൺട്രോൾ, ഫൈനാൻഷ്യൽ പ്ലാനിങ്, ഇൻറ്റേർണൽ കൺട്രോൾസ് എന്നിവ.
ഇതൊന്നും കൂടാതെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സ്കിൽസ്, റിസ്ക് മാനേജ്മെൻറ്റ് സ്കിൽസ്, ബിസിനസ് സ്ട്രാറ്റജീസിനെ ഗൈഡ് ചെയ്യാൻ കഴിയുന്ന ബിസിനസ് ഇൻസൈറ്റ്സ് എന്നിവ. ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ഫ്ലെക്സിബിൾ ആണ്. നിങ്ങളുടെ പഠനത്തിൻ്റെ സ്പീഡ് അനുസരിച്ച് 6 മുതൽ 9 മാസം കൊണ്ടോ അല്ലെങ്കിൽ 3 വർഷം വരെയൊക്കെ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് CMA എന്ന് പറയുന്നത്. CMAയിൽ 2 പാർട്ടായിട്ടാണ് എക്സാംസ് വരുന്നത്. ആദ്യത്തെ പാർട്ടിൽ ഫൈനാൻഷ്യൽ പ്ലാനിങ്, പെർഫോമൻസ്, ദെൻ അനലിറ്റിക്സ് ഒക്കെ ആയിരിക്കും. രണ്ടാമത്തെ പാർട്ടിൽ സ്ട്രാറ്റജിക് ഫൈനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണുള്ളത്. എക്സാംസിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും പിന്നെ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഒക്കെ ആയിരിക്കും പൊതുവെ ഉണ്ടായിരിക്കുന്നത്. CMA കഴിഞ്ഞവർക്ക് ബാങ്കിങ്, മാനുഫാക്ചറിങ്, റീറ്റെയിൽ, IT, കൺസൾട്ടിങ്, FMCG തുടങ്ങിയ മേഖലകളിൽ അനവധി അവസരങ്ങളാണ് കാത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ 2 എക്സാംസിനെ വെച്ച്, അതായത് നേരത്തെ പറഞ്ഞ 2 കോഴ്സ്, അതായത് CAയും CS-നെയും വെച്ച് കമ്പയർ ചെയ്യുമ്പം CMA ക്രാക്ക് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോബ് റോളാണ് ഫൈനാൻഷ്യൽ പെർഫോമൻസിലും ഫൈനാൻഷ്യൽ ഫോർകാസ്റ്റും ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഫൈനാൻഷ്യൽ അനലിസ്റ്റായിട്ട് അവർക്ക് ജോബ് റോൾ ലഭിക്കുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇന്റേണൽ ഫൈനാൻഷ്യൽ കൺട്രോൾസ്, ബഡ്ജറ്റിംഗ്, റിപ്പോർട്ടിംഗ് എന്നിവ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആയിട്ട് അവർക്ക് ജോലി നോക്കാം. അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ കൺട്രോൾസും കംപ്ലയിൻസും എല്ലാം മാനേജ് ചെയ്യുന്ന കോർപ്പറേറ്റ് കൺട്രോളറാകാം. ഇതൊന്നും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ വരെ ആകാൻ കഴിയുന്നതാണ്. CMAക്കാർക്ക് ഫ്രഷർ നിലയ്ക്ക് 3 to 5 lakhs ആണ് ഓൺ ആവറേജ് സാലറി ലഭിക്കുന്നത്. ഇവർക്ക് ഇൻ്റർനാഷണലി ആണ് കൂടുതൽ സാലറി ലഭിക്കാനുള്ള പോസിബിലിറ്റി. ലൈക്ക് USA, UK, കാനഡ എന്നീ സ്ഥലങ്ങളിലാണ് കൂടുതൽ സാലറി ലഭിക്കാനുള്ള പോസിബിലിറ്റി ഉള്ളത്. ഈ കോഴ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ 2 കോഴ്സിനെ പോലെ ഈ കോഴ്സും ഏകദേശം ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആണ്. CMA ഏകദേശം 100ഓളം കൺട്രീസിൽ അപ്രൂവ്ഡ് ആണ് എന്നുള്ളതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ 2 കോഴ്സ് CAയോ CS പോലുള്ള എക്സോസ്റ്റീവ് ആയിട്ടുള്ളൊരു സിലബസ് അല്ല CMAക്കുള്ളത്. അതുകൊണ്ട് ഓൺ ആൻ ആവറേജോ ബിലോ ആവറേജ് സ്റ്റുഡൻസിനൊക്കെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ സർട്ടിഫിക്കേഷനാണ് CMA എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ CMAയിൽ 2 എക്സാം ക്രാക്ക് ചെയ്താൽ മതിയാവും CMA പാസ്സായിട്ട്. അത് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് 6 മുതൽ 9 മാസം അല്ലെങ്കിൽ 9 1 വർഷത്തിനകത്തൊക്കെ മാക്സിമം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സമയം ലാഭിക്കാം. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂറിൻ്റെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് എ വണ്ടർഫുൾ പ്രോഗ്രാം. അത് എഡ്യൂറിലെ പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് ഏകദേശം 10-40 വർഷം ഫൈനാൻസ് ഫീൽഡിലും അക്കൗണ്ടിങ് ഫീൽഡിലുമൊക്കെ എക്സ്പീരിയൻസ്ഡ് ഉള്ള പ്രൊഫഷണൽസിനെ കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാം ഗൾഫ് ആക്ട്, GST, ഫൈനാൻഷ്യൽ അനലിറ്റിക്സ്, മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ, വാല്യൂവേഷൻ തുടങ്ങി ഒരു അക്കൗണ്ടൻറ്റിന് ഫൈനാൻസിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. കൂടാതെ സർട്ടിഫിക്കേഷൻ്റെ കാര്യത്തിലാണെന്നെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടിങ് ഫേമിൻ്റെ സർട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. ഡിഗ്രിക്ക് ശേഷം റൈറ്റ് കരിയർ സെലക്ട് ചെയ്യുക എന്നുള്ളത് ലൈഫിൽ തന്നെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിസിഷനാണ്. ഞാനെന്ന് പറഞ്ഞ ഓരോ പേഴ്സണിനും അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ പ്രധാനമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും പാഷനും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ ആ കോഴ്സിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ, കോഴ്സ് ഡ്യൂറേഷൻ, കരിയർ പ്രോസ്പെക്ട്സ് എന്നിവയെക്കുറിച്ചൊക്കെ ഇൻഡെപ്തായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം കോഴ്സ് ചൂസ് ചെയ്യാൻ. നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനുള്ള മാനസിക നിങ്ങൾക്ക് വേണം. സോ എല്ലാവർക്കും നല്ലൊരു കരിയറും സക്സസ്ഫുൾ ലൈഫും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.